കേന്ദ്ര ബജറ്റ് മലയാളിയെ എന്നാൽ ഒട്ടുമിക്ക ആളുകളെയും അങ്ങ് വല്ലാതെ നിരാശപ്പെടുത്തി. പക്ഷേ കേരളം എന്നൊരു സംസ്ഥാനം ഇങ്ങ് അറ്റത്തുണ്ട് എന്നൊരു പരിഗണന പോലും ആ ബജറ്റിൽ ഉണ്ടായി. വലിയ കാത്തിരിപ്പായിരുന്നു, വലിയ പ്രതീക്ഷയായിരുന്നു കേന്ദ്ര ബജറ്റിൽ. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയില്ല. അപ്പോൾ എയിംസ് ഉൾപ്പെടെ വിഴിഞ്ഞത്തിനുള്ള വിഹിതം ഉൾപ്പെടെ കാര്യമായ പരിഗണന ഉണ്ടാകുമെന്ന പ്രതീക്ഷ എല്ലാം ഇന്നലെ അസ്ഥാനത്തായി. എന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ഇനി പ്രതിഷേധം ശക്തമാക്കാനാണ് തീരുമാനം. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളം ഉണ്ടെന്ന വസ്തുത കേന്ദ്ര ധനമന്ത്രി വിസ്മരിച്ചെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചപ്പോൾ ഇതാണോ BJPയുടെ വികസിത കേരളം എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധ മാർഗങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കുമെന്നുള്ളതാണ് സൂചന. അപ്പോൾ വിശദാംശങ്ങൾക്കായി നേരെ പോകാം തിരുവനന്തപുരത്തേക്ക്. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകുന്നത്. സിജോ, ഇന്നലെ രാവിലെ ഈ സമയത്തൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു കേരളം. എയിംസ് അടക്കമുള്ള അതിവേഗ റെയിൽ പാത അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തെ കാത്തിരിക്കുന്നു എന്നുള്ള പ്രതീക്ഷ. പക്ഷേ അതൊക്കെ വളരെ വേഗം തകർന്നടിഞ്ഞു. എന്നാലും ഈ കേന്ദ്ര ബജറ്റിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അത് കേരളത്തിലെ പ്രതിപക്ഷമാകട്ടെ ഭരണപക്ഷമാകട്ടെ ഒരേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം തികഞ്ഞ അവഗണനയാണ് കേരളത്തിൽ. പക്ഷേ ഈ ഒരു പ്രതിഷേധങ്ങൾക്കപ്പുറം ഇത് യോജിപ്പുള്ള ഒരു സമരത്തിലേക്ക് കടക്കുമോ? ഇനി എങ്ങനെയായിരിക്കും? പാർലമെന്റിലുൾപ്പെടെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ മാത്രമായുള്ള ഒരു പ്രതിഷേധം എങ്ങനെ അറിയിക്കാനാണ് തീരുമാനം? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്? സിജോ, ജുൽസി, സാധാരണ കേന്ദ്ര ബജറ്റൊക്കെ വരുന്ന അന്നെങ്കിൽ അതിന് പിറ്റേ ദിവസമൊക്കെ എയറിലാവുമെന്ന് പറയുന്നത് ഒന്ന് ഏതെങ്കിലും BJP നേതാക്കളൊക്കെ ആയിരിക്കും സാധാരണ ആവുക. കാരണം ഈ ബജറ്റിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ആണ് പറയുന്നതാണ് ചിലപ്പോൾ എയറിലോട്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ എയറിലായിരിക്കുന്നത് ആമയാണ്. ആമോട്ടേക്കാണ് എയറിലയക്കുന്നത്. കാരണം കേരളത്തിന് കിട്ടിയിരിക്കുന്നത് ഈ ആമയും ആമോട്ടേക്കാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വലിയ വികസന പദ്ധതികളോ അതല്ല എന്നുണ്ടെങ്കിൽ വൻ പ്രഖ്യാപനങ്ങളോ ഒന്നുമില്ല. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഈ എയിംസ് നമ്മൾ പറയുന്നതാണ്. അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുത്തില്ലേന്ന് ചോദിക്കുന്നു, സ്ഥലം ഏറ്റെടുത്തു. അപ്പോൾ അതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട തടസ്സങ്ങളായി നിൽക്കുന്നത്. റെയിൽവേ പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു, അതില്ല. അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്തിന് ഫണ്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, അതുണ്ടാകുന്നില്ല. അങ്ങനെ ഒരു തരത്തിലുമുള്ള ഒരു കാര്യവും കേന്ദ്ര ബജറ്റിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നത്, എന്താ ഇന്ത്യയിൽ തന്നെയല്ലേ കേരളം ഉള്ളത്? ഇന്ത്യയുടെ ഭൂപടത്തിൽ നിങ്ങൾ എന്തേ കേരളത്തെ കാണുന്നില്ലേ എന്ന വേദനാജനകമായിട്ടുള്ള രോക്ഷത്തോടെയുള്ള ചോദ്യം ചോദിക്കേണ്ട അവസ്ഥ വരുന്നത്. പക്ഷേ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടുത്തെ BJP നേതാക്കൾക്ക് പറയുന്നത്, നിങ്ങൾ ഇതിനു മുന്നേ കൊടുത്തിരിക്കുന്ന പദ്ധതികളെ കുറിച്ചൊന്നും കാണുന്നില്ലേ എന്നുള്ളൊരു കാര്യമാണ്. അത് നടപ്പാക്കിയിട്ടില്ല എന്നുള്ള ഒരു ഒട്ടും തീർത്തും ദുർബലമായ ചില പ്രതിരോധങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു യോജിച്ചുള്ള ഒരു സമരം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനുള്ളൊരു സാധ്യത ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു, ഞങ്ങൾ LDFുമായി ചേർന്ന് ഒരു സമരത്തിലേക്ക് അതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ UDFും അതിനെക്കുറിച്ച് ആലോചിക്കുമെന്നുള്ളൊരു കാര്യമുണ്ട്. എന്തായാലും അത്തരം ഒരു ചർച്ചകളിലേക്ക് തീർച്ചയായും കേരളം കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, സർക്കാർ കടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുണ്ടാവേണ്ടത് അതൊരു അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എത്രയോ കാലങ്ങളായി കേരളത്തെ ഇങ്ങനെ ബജറ്റിൽ ഒരു പ്രതീക്ഷകൾ, കേരളത്തിൽ പ്രതീക്ഷകൾ മാത്രമാണ് ബജറ്റിലുള്ളൂ. ജിൽസി പറയുന്ന പോലെ ബജറ്റ് വരുന്ന ദിവസം നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ ബജറ്റ് പ്രഖ്യാപനം കഴിയുമ്പോൾ കേരളം എന്നൊരു വാക്ക് പോലും ആ ബജറ്റിൽ ഉണ്ടാകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് അതിൻ്റെ കൂടുതൽ പ്രതിഷേധങ്ങൾ LDFിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ തീർച്ചയായും അതിൻ്റെ പ്രതികരണം കൂടുതലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കൂട്ടായിട്ടുള്ള ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ്. അതിനുള്ള ഒരു സാധ്യത എന്തായാലും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുക.